ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. പല രീതിയിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ഇന്ന് പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണിത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് വേണമെന്ന് അറിയാമോ? എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1.5 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിയണം. അല്ലെങ്കിൽ കുക്കറിനകത്ത് നമ്മൾ വയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ഒരുപാട് അരിച്ച് കയറി വരും. അപ്പോൾ നല്ലതുപോലെ എത്രയും വെള്ളം പിഴിഞ്ഞ് കളയാമോ അത്രയും നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം കഴുകിയിട്ട് പിഴിഞ്ഞ് കളയണം. 1.5 കിലോ ആണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ചെറിയ ഉള്ളിയും ഒരു സവോളയും എടുത്തിട്ടുണ്ട്. നല്ല ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ചേർക്കാം. നല്ല ഒരു മുറി തേങ്ങ തിരികിയത്. ഇത് തേങ്ങ കൊത്തല്ല ചേർക്കുന്നത്, തേങ്ങ തിരിങ്ങിയാണ് ചേർക്കുന്നത്. തക്കാളി ഒന്നും ഇടത്തില്ല. നമുക്ക് ഈ ബീഫിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം മസാല ഇട്ട് കൊടുക്കാം. ഇറച്ചി മസാലയാണ് ഇത്. 3 സ്പൂൺ മുളക് പൊടി ഇടാം. 3 മുളകും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ്. 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇതിനകത്തിട്ട് ഇളക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒന്ന് ചതഞ്ഞിരുന്നാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി അത് ചേർത്തിട്ട് കൈ കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഉള്ളിയൊന്നും ഇപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല. ഇത് എൻ്റെ അമ്മ ഫ്രൈ ചെയ്യുന്ന രീതിയാണിത്. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എപ്പോഴും ചെയ്യുന്നതിൽ നിന്നൊരു മാറ്റം വേണ്ടി. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടല്ലേ ചെയ്യുന്നത്. ഇത് തേങ്ങ തിരികെയാണ് ചേർക്കുന്നത്. അത് എപ്പോഴാണ് ചേർക്കുന്നതെന്ന് പുറകാലെ പറഞ്ഞുതരാം. ഉള്ളി എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാം നല്ലതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് കുക്കറിനകത്ത് വേവിക്കണം. അല്ലാതെ മറ്റുള്ള പാത്രത്തിൽ അടപ്പേ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം വറുത്തെടുക്കാൻ. നമുക്കിത് കുക്കറിനകത്തോട്ടാക്കാം. ഇത് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. 2 വിസിൽ കേട്ടതിന് ശേഷം 5 മിനിറ്റ് സിമ്മിലിട്ടേക്കണം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കെട്ട് വേവിച്ചാൽ ഫ്രൈ ആക്കുമ്പം വെന്ത് അളിഞ്ഞു പോകും. അതുകൊണ്ടാണ് 2 വിസിൽ കേട്ടതിന് ശേഷം 5 മിനിറ്റ് സിമ്മിലിടണമെന്ന് പറയുന്നത്. കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 വിസിൽ കേട്ടിട്ട് സിമ്മിലിട്ട് 5 മിനിറ്റ് കൂടെ വെച്ചിരുന്നു. എന്നിട്ട് അത് ഓഫ് ചെയ്തു. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഫ്രൈ ആക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് തവ അടപ്പ് വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ 4 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഫ്രൈ ചെയ്യാനാണ് ഇച്ചിരി എണ്ണയൊക്കെ ആവശ്യമുണ്ട് അതിനകത്ത്. ബീഫ് ആയതുകൊണ്ട് സ്വല്പം നെയ്യൊക്കെ അതിനകത്തുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അതിലോട്ടൊരു സ്വല്പം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിടാം. നമ്മൾ ഉള്ളിയൊക്കെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം. അതിൻ്റെ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 250 ഗ്രാം ചെറിയ ഉള്ളിയും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്തിട്ട് 250 ഗ്രാം മതി. ചെറിയ ഉള്ളിയും സവാളയും അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ബീഫിനകത്തിട്ട് വേവിച്ചാൽ ഉള്ളി വേകുമ്പോൾ അതും വെള്ളമാണ്, ബീഫ് വേകുമ്പോഴും വെള്ളം, ഇതെല്ലാം കൂടെ വെള്ളമാകുമ്പോൾ പിന്നെ പറ്റിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ആ രീതിയിലും ചെയ്യാവുന്നതാണിത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുത്താലും മതി. പല രീതിയിൽ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫ്രൈ ആയതുകൊണ്ട് കാണിക്കാമെന്ന് കരുതിയതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണിത്. ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തേങ്ങ തിരിങ്ങി വെച്ചേക്കുന്നതും കൂടെ അതിനകത്ത് ഇടാം. ഇത് 1 മുറി തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് സ്വല്പം കൂടെയൊക്കെ മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അവനവൻ്റെ എരിവിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ എൻ്റെ എരിവായിരിക്കത്തില്ല നിങ്ങളുടേത്. അപ്പോൾ ഇനി ഇടുമ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇത് വെളുത്തിരിക്കല്ലേ, അപ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം നമ്മൾ ചേർത്ത എല്ലാം മസാല ഇച്ചിരി ഇതിനൊക്കെ ചേർക്കാം. നേരത്തെ ഇച്ചിരി 1 സ്പൂൺ കുറച്ചാണ് ചേർത്തത്. ഫ്രൈ ഒക്കെ ആകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണം കേട്ടോ. നല്ല കുരുമുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ലും. ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മുളകും മല്ലിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇറച്ചിയുടെ കൂടെ കിടന്നാണ് ഇത് മുരിയേണ്ടത്. സ്വല്പം മസാല ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാല പൊടിക്കുന്നതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം, ഒരു വീഡിയോ വരുന്നുണ്ട്. ഈ ഗരം മസാല ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒരു മസാലകളും ചേർക്കേണ്ട കാര്യമില്ല. കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇടാൻ പറ്റും. എല്ലാവരും നട്ടുപിടിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. തേങ്ങയിലോട്ട് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുക. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളമൊക്കെ പറ്റി വരുമ്പോൾ ലാസ്റ്റ് നമ്മൾ സ്വല്പം കൂടെ എണ്ണ ഒഴിച്ച് ഫ്രൈ ആക്കും. ചേർക്കുന്ന മുളക് മല്ലിയൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇടണേ. അഥവാ നമ്മൾ ഈ ബീഫ് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണം മാറ്റി വെക്കണം. നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിനകത്ത് വല്ലതും ഉപയോഗിക്കാം. പല ബീഫിനും പല വേവായിരിക്കും. ഞാനിത് 2 വിസിൽ കേൾപ്പിച്ചു. എന്നിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലും ഇട്ടിരുന്നു. അത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ബീഫിൻ്റെ വേവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് വെന്തങ്ങ് അവിഞ്ഞു പോകരുത് ബീഫ്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അങ്ങ് കാണുമ്പോഴേ അങ്ങ് കഴിക്കാൻ തോന്നുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ. ബീഫ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഈ പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിർത്താം. അതല്ല കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് വരും. അപ്പം നമുക്ക് പുറത്തോട്ടൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രൈ ആക്കണം. അപ്പം വീട്ടിൽ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരുവൊക്കെ ആയാലും മതി. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണിത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.